മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ന്യൂ സിലബസ് പരിചയപ്പെടാം. ബുക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ബുക്ക് പരിചയപ്പെടുക. അതിനുശേഷം നമുക്ക് ഓരോ ചാപ്റ്ററും വിശദമായിട്ടെടുക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്, അതായത് നമുക്ക് ഈ ഒരു പുസ്തക പരിചയം നടത്താം. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നോക്കാം, നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് 10-10. ഈ 10-10 എന്ന ഒന്നാമത്തെ യൂണിറ്റ് 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് പേഡ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്റർ, പേഡ്. രണ്ടാമത്തത് ജൂലിയ ആർ ലൂണ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അതൊരു കഥയാണ് രണ്ടാമത്തത്. ഒന്നാമത്തെ പേഡ് എന്നതൊരു കവിതയാണ്. സുശീൽ ശുക്ലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ജൂലിയ ആർ ലൂണ എന്ന കഹാനി എഴുതിയിരിക്കുന്നത് നേഹ സിംഹാണ്. അപ്പോൾ വളരെ മനോഹരമായ നല്ലൊരു കഹാനിയാണ് ജൂലിയ ആർ ലൂണ എന്നത്. നമുക്കത് വഴിയെ പഠിക്കാം. പേഡ് എന്നത് ഒരു നല്ല കവിതയാണ്. ഇനി നോക്കാം, രണ്ടാമത്തെ യൂണിറ്റിൽ 10 റിശ്തേ എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. അതിൽ ഹാച്ചി കി കഹാനി എന്നൊരു കഹാനി പഠിക്കാനുണ്ട്. ഗീത് ചതുർവേദിയാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് പഠിക്കാനുള്ള കവിതയാണ് ഗുൽസാറിൻ്റെ കവിതയാണ് പഠിക്കാനുള്ളത്. ബാബ ആർ ബാബ കി ചടി എന്നാണ് ആ കവിതയുടെ പേര്. ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് നോക്കാം. മൂന്നാമത്തെ യൂണിറ്റിൽ ഗുൽത്തെ നസാരെ എന്നാണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്. അതിൽ 3 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ജബ് ഹം ധീരെ ചൽത്തേ ഹേ, ഒരു യാത്രാ വിവരണമാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്. യാത്രാ വിവരണമാണ്. ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്നാണ് യാത്രാ വിവരണം. അടുത്തത് ബൈസൈക്കിൾ തീവ്സ് എന്ന ഫിലിം ലേഖാണ്. ബൈസൈക്കിൾ തീവ്സ് എന്ന ഫിലിം ലേഖ് വരുൺ ഗ്രോവറാണ് ഈ ഫിലിം ലേഖ് എഴുതിയിരിക്കുന്നത്. മേരി മാം എന്ന ഒരു ഫിലിമി ഗീത് കൂടിയുണ്ട്. പ്രസൂൺ ജോഷിയാണ് ഈ ഫിലിമി ഗീത് എഴുതിയിരിക്കുന്നത്. മേരി മാം എന്ന ഫിലിമി ഗീത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ യൂണിറ്റ് പിന്നെ 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അവിടെ എന്തുണ്ട്? കഹാനിയുണ്ട്, കവിതയുണ്ട്. സയാനി ബുവ എന്ന കഹാനിയാണ്. മന്നു ഭണ്ഡാരിയാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. അടുത്തത് ചൗക്ക് എന്ന കവിതയാണ്. ആലോക് തൻവയാണ് ചൗക്ക് എന്ന കവിത എഴുതിയിരിക്കുന്നത്. ഇനി നസർത്തെ പൽ എന്ന 5ാമത്തെ യൂണിറ്റ്. ഇത്രയും 5 യൂണിറ്റാണ് നമുക്ക് ഈ ബുക്കിലുള്ളത് കേട്ടോ. ഈ 5ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്ററാണുള്ളത്. ഖുശ്ബു രജ്തേ ഹേ ഹാത്ത് എന്ന കവിത, അരുൺ കമലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അടുത്തത് സിരിയാക്കി ബേട്ടി എന്ന സംസ്മരണാണ്. സംസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പാണ് കേട്ടോ, ഓർമ്മക്കുറിപ്പ്. മൈത്രേയി കുൽക്കർണിയാണ് സിരിയാക്കി ബേട്ടി എന്ന സംസ്മരൺ എഴുതിയിരിക്കുന്നത്. മൈത്രേയി കുൽക്കർണി. അപ്പോൾ ഇത്രയാണ് നമുക്ക് 8ാം ക്ലാസ്സിലെ ന്യൂ സിലബസ്. 5 യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ടോട്ടൽ 5ാമത്തെ യൂണിറ്റ് 2, 4, 7, 9, 11 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ 11 ചാപ്റ്ററാണ് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഈ ബുക്കിൽ പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് കവിത 2, 3, 4 കവിതയുണ്ട്. 4 കവിതയും അതുപോലെ തന്നെ 2, 3 കഹാനി അല്ലേ. 4 കവിതയും ഫസ്റ്റിലൊരു കഹാനി വരുന്നുണ്ട്, ഇവിടെയും ഒരു കഹാനി വരുന്നുണ്ട്. 2, 3 കഹാനി, 4 കവിതയും 3 കഹാനിയും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ സംസ്മരൺ, ഫിലിമിലേഖ്, യാത്രാവിവരൺ, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഈ ഫസ്റ്റ് ചാപ്റ്റർ പേഡ് എന്ന കവിത ഒരു വായനയായിട്ട് നമുക്ക് ആദ്യത്തെ വീഡിയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനെ വിശദമായിട്ട് മലയാളത്തിൽ വിശദീകരിച്ച് അർത്ഥങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ലാസ് അടുത്ത് തന്നെ അതൊന്നും ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ, അതിലുള്ള മീനിങ്, എന്തൊക്കെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക.